നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഏതാണ്ട് പിടിച്ചതാണേ. ഉപ്പിട്ട് വെച്ചേക്കുക. ഉപ്പിട്ട് വെച്ചാൽ എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ വഴുവഴുക്കെല്ലാം ഉണ്ടല്ലോ, അത് മാറിക്കിട്ടും, എളുപ്പമുണ്ട്. അതിനുവേണ്ടി ആദ്യമേ ഒന്ന് ഉപ്പ് പുരട്ടി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഏകദേശം നാണ്ട ഈ എളുപ്പമുണ്ട്, കാണാൻ പറ്റുമോ? അധികം വലുതൊന്നുമല്ല, എന്നാൽ കുഴപ്പമില്ല, ചെറിയ ഫ്രൈക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകണം. നമ്മുടെ സിലോപ്പി എല്ലാം വെട്ടി നല്ല അടിപൊളിയായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ ചേർക്കാൻ പോവാണ്. ഓക്കെ, വലിയ സ്പെഷ്യലായിട്ടുള്ള ഐറ്റമൊന്നുമല്ല, സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. നമ്മുടെ കുളത്തിൽ വളർത്തി നമ്മൾ പിടിച്ച് ഫ്രൈ ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പം ഫ്രൈ ചെയ്യാൻ പോവാണ്. എന്താണ്ടേ ഒരു 3/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മുടെ ചീനിച്ചട്ടിയിലേക്ക് ഇട്ടു. ഇതുപോലെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുന്നു. നമ്മുടെ കാശ്മീരി മുളക് പൊടി നമ്മളൊരു ഉദ്ദേശം അങ്ങിടുകയാണ്. ഒരു 3-3.5 ടേബിൾ സ്പൂണോളം അങ്ങിട്ട് കൊടുത്തു. കാരണം ഒരു ഇച്ചിരി എരി മുന്നേ നിൽക്കണം, അതിന് വേണ്ടിയാണ്. കളറും കിട്ടണം, അതിനുവേണ്ടി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടതിപ്പോൾ. ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി നമ്മളൊരു ശകലം ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരിട്ടാൽ മതി. ഞാനൊരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചിക്കൻ മസാല ഒരു ശകലം ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ശകലം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് ചാരിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ കുട്ടന്മാരെ ഇതിൻ്റെ അകത്തൊന്ന് മുക്കി പുരട്ടി എടുക്കണം. നമ്മൾ ലേശം ഉപ്പും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശകലം വെള്ളം കൂടെ ചേർത്ത് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മൾ ചാലിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മീനെ പുരട്ടിയെടുക്കാൻ പോവാണ്. ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ശരിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ വേണ്ടേ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അടച്ചുകൂടെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മുടെ ഫിഷ് ഫ്രൈ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടോടുകൂടി ഇരിക്കുന്നതുകൊണ്ടാണ് നല്ല എണ്ണ തോന്നുന്നത്. ഫ്ലാഷും കൂടി ഇട്ടേക്കുന്നതുകൊണ്ടാണ്. എണ്ണയുണ്ട്. ഇതാണ് വെളുത്തുള്ളി. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ ഇച്ചിരി ഏറെ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.